ദുര്യോധനൻ്റെ ദുഷ്ടമായ മസ്തിഷ്കത്തിൻ്റെ അതിദുഷ്ടമായ അനുമസ്തിഷ്കം പോലെ പ്രവർത്തിച്ചിരുന്ന ദുര്യോധനൻ്റെ തന്നെ ആത്മവത്തയുടെ സത്തയുടെ സ്വത്വത്തിൻ്റെ ഒരു ബഹിശ്ചര രൂപമായിരുന്നു ശകുനി. അതുകൊണ്ടാണ് ശകുനി ഭാരതത്തിൽ ഒരു ശൈലിയാണ്. ഇതൊരു കലാകാരന്, ആർട്ടിസ്റ്റിന് കിട്ടാവുന്ന ഏറ്റവും വലിയ ബഹുമതിയാണ്. അദ്ദേഹം സൃഷ്ടിച്ചു വിട്ട ഒരു കഥാപാത്രം ജനങ്ങളുടെ ആശയ പ്രകാശനോ ഉപാധിയായ ഭാഷയിൽ ഒരു ശൈലിയായി മാറുക എന്നത് ഒരു സാഹിത്യകാരനെ സംബന്ധിച്ചിടത്തോളം ആത്മഹർഷപ്രദമായ ഒരു പ്രതിഫലമാണ്, ഒരു അംഗീകാരമാണ്. അത് വളരെ കുറഞ്ഞ തോതിലെങ്കിലും ബഷീറിന് കിട്ടിയിട്ടുണ്ട്. എട്ടുകാലി മമ്മൂഞ്ഞിന് അത്ര ജനങ്ങളുടെ ഇടയിൽ അംഗീകാരമില്ലെങ്കിലും അഭ്യസ്ത വിദ്യരുടെ ഇടയിൽ ഒരു അംഗീകാരവും ഒരു ശൈലീത്വവും ലഭിച്ചിട്ടുണ്ട്. അതുപോലെയല്ല ശകുനിക്ക് ദുഷ്ടത മനുഷ്യൻ്റെ സഹജമായ ഭാവമല്ലെങ്കിലും അവൻ്റെ ഭൗതികമായ ഒരു ഭാവമാകയാൽ ദുഷ്ടതയ്ക്ക് ജീവിതത്തിൽ വലിയ പ്രാധാന്യമുണ്ട്. എന്നും എക്കാലത്തും മനുഷ്യൻ്റെ ജീവിതം ആരംഭിച്ച കാലം മുതൽ തന്നെ ദുഷ്ടതയ്ക്ക്, ദൗഷ്ട്യത്തിന് വലിയ പ്രാധാന്യമുണ്ട്. ചരിത്രത്തിലും ദൗഷ്ട്യത്തിന് പല പ്രാധാന്യമുണ്ട്. വലിയ ചരിത്ര സംഭവങ്ങളൊക്കെ സൃഷ്ടിക്കുന്നത് ദൗഷ്ട്യമാണ്. അപ്പോൾ ദൗഷ്ട്യം ഇത്തിരി ഒന്ന് കടത്തി പറഞ്ഞാൽ ദൗഷ്ട്യമാണ് ലോക ചരിത്രത്തിൻ്റെ അന്തർധാരയെന്ന് പറയാം. അതിനെതിരായി ശിഷ്ടതയുടെ ഒരു അന്തർധാരയും സമാന്തരമായി പ്രവഹിക്കുന്നുണ്ട് എങ്കിലും പലപ്പോഴും ഈ ശിഷ്ടതയുടെ അന്തർധാര ദുഷ്ടതയുടെ അന്തർധാരയ്ക്ക് വഴങ്ങിക്കൊടുക്കുന്നത് കാണാം. ധർമ്മപുത്രരൊക്കെ കാനനവാസത്തിന് പോകുന്നത് ഈ ശിഷ്ടതയുടെ അന്തർധാരയുടെ വഴങ്ങിക്കൊടുക്കലാണ്. അപ്പോൾ ഒരു കഥാപാത്രം ശൈലിയായി തീരുക എന്നതാണ് ഒരു സാഹിത്യകാരനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിനുള്ള സാർവത്രികമായ അംഗീകാരം. ഇത് ഏതെങ്കിലും പ്രതിഭാശാലികളുടെ ഇടയിൽ മാത്രമല്ല, സാധാരണ ജനങ്ങളുടെ, ഇപ്പോൾ വ്യാസനെക്കുറിച്ച് അറിയാത്തവരുടെ ഇടയിൽ പോലും ഈ ശകുനി എന്നുള്ള പറയും അവനൊരു ശകുനിയാണ് എന്ന് പറഞ്ഞാൽ പിന്നെ കൂടുതൽ സംസാരിക്കേണ്ട ആവശ്യമില്ല. അയാളുടെ ദുഷ്ടതയെക്കുറിച്ച് ഒരു വീരേതിഹാസ കാവ്യം രചിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ആളുകൾക്ക് മനസ്സിലാകും. വ്യാസനെയോ അല്ലെങ്കിൽ ശങ്കരാചാര്യരെയോ ഒക്കെ അറിയാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം പോലും ഈ ശകുനി ഒരു സത്യമായി, ഒരു സാമൂഹിക സത്യമായി, ഒരു ആശയപ്രകാശന ഉപാധിയായി ശകുനി നിലനിൽക്കുന്നു എന്നത് വലിയ വ്യാസന് കിട്ടിയിട്ടുള്ള വലിയ അംഗീകാരങ്ങളിൽ ഒന്നാണ്. ഈ ദുഷ്ടതയെക്കാട്ടിലും ഒരു കുടിലതയായിരുന്നില്ലേ ശകുനിയുടെ സ്വഭാവത്തിൽ കൂടുതൽ? ദുഷ്ടത ഉണ്ടെങ്കിലേ കുടിലത ഉണ്ടാവുള്ളൂ, ഇതേ കുടിലത ഉണ്ടാവില്ല. ദുഷ്ടതയില്ലെങ്കിൽ കുടിലതയില്ല. കുടിലത വെറുതെ വരില്ല. എങ്ങനെയാണ് കുടിലത വെറുതെ വരും? ആത്മാവിൻ്റെ സ്വഭാവം ആനന്ദമാണ്. അപ്പോൾ എപ്പോഴും ആനന്ദം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരാൾക്ക് വെറുതെ കുടിലത വരികയില്ല. കുടിലത എന്ന് വെച്ചാൽ മറച്ചു വയ്ക്കലാണ്. ദുഷ്ടതയുണ്ടെങ്കിലേ ഒരു കാര്യം മറച്ചു വയ്ക്കുള്ളൂ, അല്ലെങ്കിൽ നേരെ തുറന്ന് പറയും. ദുഷ്ടതയുണ്ടെങ്കിലാണ് തന്ത്രം വരുന്നത്, ദുഷ്ടതയുണ്ടെങ്കിലാണ് കാപട്യം വരുന്നത്, ദുഷ്ടതയുണ്ടെങ്കിലാണ് ആത്മാവിൻ്റെ പ്രകാശത്തെ മറച്ചു വയ്ക്കുന്നത്, ദുഷ്ടതയുള്ളപ്പോഴാണ് തുറന്ന് പറയാതെ വരുന്നത്. അപ്പോൾ ദുഷ്ടതയുടെ ഒരു ദുഷ്ടതയ്ക്ക് പലതരത്തിലുള്ള പ്രകാശനങ്ങളുണ്ട്. ദുഷ്ടതയെ ഇഷ്ടമായിട്ടും പ്രകാശിപ്പിക്കാം. ചില ദുഷ്ടന്മാർ നല്ല വാക്കുകൾ പറഞ്ഞായിരിക്കും നമ്മെ വശീകരിക്കുന്നത്. ദുഷ്ടതയുടെ ശരിക്കുള്ള രൂപം ചീത്ത വാക്കുകളാണ്. പക്ഷെ നല്ല വാക്കുകളുടെ രൂപത്തിലും ദുഷ്ടതയെ പ്രകാശിപ്പിക്കാം. അപ്പോൾ ദുഷ്ടതയില്ലെങ്കിൽ ഈ ബാഹ്യമായ മറ്റ് വക്രമായ രീതികളൊന്നും ഉണ്ടാവുകയില്ല. കാര്യങ്ങൾ നേരെ പറയും. അതാണ് ആർജവം. യഥോ ഋത ആർജവോ യതഃ. ആർജവമുള്ളിടത്തും സത്യമുള്ളിടത്തും ഭഗവാനുണ്ട് എന്നാണ്. ഭഗവാനാണ് സത്യം. അപ്പോൾ സത്യത്തിന് കുട്ടിലതയില്ല. പക്ഷേ ചില സന്ദർഭങ്ങളിൽ
ഇപ്പോൾ കൃഷ്ണൻ തന്നെ, കൃഷ്ണനെക്കുറിച്ച് പറയുമ്പോഴാണ് ഇത് പറയുന്നത്, യഥോ ധർമ്മസ്തത കൃഷ്ണ യഥ കൃഷ്ണസ്തതോ ജയ. മഹാഭാരതത്തിൽ എപ്പോഴും ആവർത്തിച്ച് വരുന്ന 2 വരികളാണിത്. പക്ഷെ നമ്മൾ ഗാന്ധാരി പറഞ്ഞത് മാത്രമാണ് കേട്ടിരിക്കുന്നത്. ഗാന്ധാരി ദുര്യോധനൻ വന്ന് വിജയത്തിനുള്ള ആശംസ യാചിച്ചപ്പോൾ ഗാന്ധാരി എന്ത് പറഞ്ഞു? യഥോ ധർമ്മസ്തതോ ജയ എന്ന് പറഞ്ഞു എന്നുള്ളതിനാണ് പ്രസിദ്ധി കിട്ടിയിരിക്കുന്നത്. ഗാന്ധാരി പക്ഷപാതികളാണ് ആളുകൾ. എന്താണ് കാരണം? ആളുകളെ പെട്ടെന്ന് ആകർഷിക്കുന്നൊരു സ്വഭാവം ഗാന്ധാരിക്കുണ്ട്. കൃഷ്ണൻ്റെ സ്വഭാവത്തോട് ആളുകൾക്ക് വിപ്രതിപത്തി തോന്നും, പെട്ടെന്ന് ആകർഷിക്കില്ല. അനേകം സംശയങ്ങൾ തോന്നും കൃഷ്ണൻ്റെ പെരുമാറ്റത്തെക്കുറിച്ചും സംസാരത്തെക്കുറിച്ചും പ്രവൃത്തിയെക്കുറിച്ചും രീതികളെക്കുറിച്ചും. അനേകം സംശയങ്ങൾ സാധാരണ അനുവാചകർക്ക്, സാധാരണ വാചയിതാക്കൾക്ക്, സാധാരണ ജനങ്ങൾക്കുണ്ടാകും. അതൊരു സുതാര്യമായ സ്വഭാവമല്ല എന്നുള്ളതുകൊണ്ടാണ്. സുതാര്യമാകാൻ സാധ്യമല്ല. കാരണം ഒരു സങ്കീർണമായ ദാർശനികതയുടെ രൂപമായിട്ടാണ് കൃഷ്ണൻ വരുന്നത്. മഹത്തായ ചിന്തകൾ മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ മഹത്തായ ചിന്തയുടെ പുറത്ത് ധ്യാനമിരിക്കണം. തത്വമസി എന്ന് പറഞ്ഞാൽ ലളിതമായിട്ട് തോന്നുമെങ്കിലും മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണ്. സർവ്വരാജ്യ തൊഴിലാളികളെ നിങ്ങൾ സംഘടിക്കുമെന്ന് പറയുന്നത് പോലെയല്ല. അതെല്ലാവർക്കും മനസ്സിലാവും. അതിൻ്റെ ഉദ്ദേശം മനസ്സിലാവും, അതിൻ്റെ ഗുണം മനസ്സിലാവും, അതിൻ്റെ മേന്മ മനസ്സിലാകും. സമൂഹത്തിൽ അതിന് വരുത്താവുന്ന പരിവർത്തനത്തെക്കുറിച്ച് വലിയ പ്രഭാഷണങ്ങളും നടത്തണ്ട, പെട്ടെന്ന് മനസ്സിലാകും. തൊഴിലാളികളെല്ലാവരും കൂടി സംഘടിച്ച് നിന്നാൽ പല നന്മകളും ചെയ്യാൻ സാധിക്കും സമൂഹത്തിൽ. അല്ല, ഇവിടെ പറഞ്ഞത് ഗാന്ധാരിക്ക് എല്ലാവരെയും ആകർഷിക്കാൻ കഴിയുമായിരുന്നു. പക്ഷേ കൃഷ്ണനെ സംശയത്തോടു കൂടി വീക്ഷിച്ചിരുന്നു. അപ്പോൾ ആ സംശയം ഉണ്ടാകുന്നത് കൃഷ്ണൻ്റെ ജീവിതം സുതാര്യമല്ലായിരുന്നു എന്നതുകൊണ്ടാണോ എന്ന് ചോദിക്കുക. സുതാര്യമല്ലായിരുന്നിട്ടല്ല, ആ സുതാര്യത മനസ്സിലാക്കാനുള്ള കഴിവ് കൃഷ്ണനെ സമീപിക്കുന്നവർക്കില്ല, കൃഷ്ണനെ വായിക്കുന്നവർക്കില്ല, കൃഷ്ണനെ ഭജിക്കുന്നവർക്ക് പോലുമില്ല. രണ്ട് കൃഷ്ണൻ്റെ സുതാര്യത ഇല്ലായികയല്ല, ചില സുതാര്യതകൾ മനുഷ്യൻ്റെ ആ വിഷയത്തിലുള്ള അന്ധത കൊണ്ട് അത് സുതാര്യമാണെന്ന് മനുഷ്യർക്ക് തോന്നുന്നില്ല. അല്ല, ഈ ധർമ്മം തന്നെ പലപ്പോഴും സുതാര്യമല്ലാതിരുന്നിട്ടില്ലേ? ധർമ്മമൂർത്തിയാണ് ഭഗവാൻ. അപ്പോൾ ധർമ്മത്തിന്റെ പല സങ്കീർണതകളും സാധാരണ മനുഷ്യർക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റാതെ. ആ ധർമ്മം സുതാര്യമല്ല. ധർമ്മത്തിന് അനേകം വിഭിന്നമായ രൂപങ്ങളുണ്ട്. ധർമ്മം സുതാര്യമല്ലെന്ന് തന്നെയാണ് വ്യാസൻ പറയുന്നത്. ധർമ്മസ്യ ഗഹനാഗതി, ധർമ്മസ്യ തത്വം നിഹിതം ഗുഹായാം. ഗുഹ എന്ന് വെച്ചാൽ ഗുഹയല്ല, അത് വളരെ രഹസ്യാത്മകമാണ്. വലിയ ചിന്തകന്മാർക്ക് മാത്രമേ ധർമാധർമ്മങ്ങൾ നിർണ്ണയിക്കാൻ സാധിക്കൂ. വലിയ ദാർശനികന്മാർക്ക് മാത്രമേ ധർമാധർമ്മങ്ങൾ നിർണ്ണയിക്കാൻ സാധിക്കൂ. നിയമജ്ഞന്മാർക്ക് പോലും അത് സാധിച്ചൊന്നും വരികയില്ല. നമ്മളിവിടെ താരതമ്യപ്പെടുത്തുന്നത് ഗാന്ധിജിയുടെയും ശ്രീകൃഷ്ണൻ്റെയും ജീവിതങ്ങളാണ്. അപ്പോൾ ഗാന്ധാരിയുടെ മഹാത്മാഗാന്ധിയുടെ വളരെ പ്രസിദ്ധമായൊരു പ്രഖ്യാപനമുണ്ട്, എൻ്റെ ജീവിതമാണ് എൻ്റെ സന്ദേശം. അദ്ദേഹത്തിൻ്റെ ജീവിതം സുതാര്യമായിരുന്നു എന്നതുകൊണ്ടാവാം അദ്ദേഹം എൻ്റെ ജീവിതമാണ് എൻ്റെ സന്ദേശം എന്ന് പ്രഖ്യാപിച്ചത്. അതുപോലെയല്ല, ഗാന്ധിജിയുടേതുപോലുള്ള സുതാര്യത കൃഷ്ണനില്ല. ഗാന്ധിജി ഒരു ത്യാഗമൂർത്തിയാണ്. അദ്ദേഹത്തിൻ്റെ ത്യാഗമൂർത്തിത്വം കൊണ്ട് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ രഹസ്യങ്ങളൊന്നും ഇല്ലാതെ വന്നു എന്നേ ഉള്ളൂ. അതുകൊണ്ട് തുറന്ന പുസ്തകം പോലെ അദ്ദേഹം ജനങ്ങളുടെ മധ്യത്തിൽ വർത്തിച്ചു. കൃഷ്ണൻ അങ്ങനെയല്ല. കൃഷ്ണൻ വലിയ ജനനേതാവിന് അതല്ലേ അഭികാമ്യം. ഗാന്ധിജി ജീവിച്ചിരുന്ന ഒരു കേവല മനുഷ്യനാണ്. ഭഗവാൻ ഭാരതത്തിൻ്റെ അന്നുവരെ ഉണ്ടായിരുന്നിട്ടുള്ള, അതായത് വ്യാസൻ്റെ കാലം വരെ വികസിച്ചു വന്നിട്ടുള്ള എല്ലാ ദർശനങ്ങളുടെയും സങ്കീർണതകളെ ഏകത്ര സമന്വയിച്ചതിൻ്റെ നിത്യമായ സമന്വിത രൂപമാണ്. അതുകൊണ്ട് കൃഷ്ണനെ അനലൈസ് ചെയ്യുമ്പോൾ ഭാരതത്തിൻ്റെ അന്നുവരെയുള്ള ചിന്താധാരകളെല്ലാം അദ്ദേഹത്തിൻ്റെ മനസ്സിൽ അന്തർഭവിപ്പിച്ചിരിക്കുന്നതിനാൽ ആ ചിന്താധാരകളെല്ലാം നാം അറിഞ്ഞിരിക്കണം. ഈ സുതാര്യത ഇല്ലായ്മ എല്ലാ അവതാര പുരുഷന്മാർക്കും ബാധകമാണോ? ഇപ്പോൾ രാമനില്ല ഈ പ്രശ്നം. രാമനെ പെട്ടെന്ന് നമുക്ക് മനസ്സിലാകും. കാരണം സാധാരണ മനുഷ്യൻ്റെ ജീവിതമാണ് അദ്ദേഹം നയിക്കുന്നത്. അതുകൊണ്ടാണ് അദ്ദേഹം ഈ വിശ്വരൂപം പ്രദർശിപ്പിക്കുന്നില്ലല്ലോ. അപ്പോൾ വിശ്വരൂപം പ്രദർശിപ്പിക്കാത്ത കൃഷ്ണനാണ് രാമൻ. വിശ്വരൂപം പ്രദർശിപ്പിക്കുന്ന രാമനാണ് കൃഷ്ണൻ. ഇതാണ് ഇവർ തമ്മിലുള്ള വ്യത്യാസം. ഈ വ്യത്യാസം രാമായണവും മഹാഭാരതവും തമ്മിലുണ്ട്. രാമനിൽ നിന്ന് ഇഷ്ടം പോലെ കോരിയെടുക്കാനുള്ള ദാർശനികമായ ജലനിധി രാമനിലില്ല. കൃഷ്ണനിൽ അങ്ങനെയല്ല.
എത്ര കോരിയെടുത്താലും തീരാത്ത വിധത്തിൽ അടുക്കടുക്കായിട്ട് അർത്ഥതലങ്ങൾ കൊണ്ട് പണിത് ഉയർത്തി വച്ചിരിക്കുന്ന സജീവമായ അത്ഭുതകരമായ ഒരു വിഗ്രഹമാണ് കൃഷ്ണൻ. അതുകൊണ്ട് കൃഷ്ണനെ സമീപിക്കുമ്പോൾ വളരെ ശ്രദ്ധിച്ചിരുന്നില്ലെങ്കിൽ, വളരെ നിധിധ്യാസപരമായ പഠനത്തിന് വിധേയമാക്കിയില്ലെങ്കിൽ ഓരോരുത്തർക്കും അവരവർക്ക് ഇഷ്ടമുള്ളത് കൃഷ്ണനിൽ നിന്ന് എടുത്തുകൊണ്ട് പോരാ. കൃഷ്ണനെ വെറുതെ ഗോപിക കാമുകന്മാരായിട്ട് കാണുന്നവരുണ്ട്, വെറുതെ ഇടയച്ചെറുക്കനായിട്ട് കാണുന്നവരുണ്ട്. ഓടക്കുഴലൂതി നാളെ പശുവിനെയും തീറ്റി നടക്കുന്ന ഇപ്പോൾ കുഞ്ചൻ നമ്പ്യാരൊക്കെ അങ്ങനെ പരിഹസിക്കും കൃഷ്ണനെ, കാലിച്ചെറുക്കനായിട്ട്. ഏത് ലെവലിലേക്കും കൃഷ്ണനെ നമുക്ക് വലിച്ചു നീട്ടാം. ഏത് തരത്തിലുള്ള ദാർശനികതയുടെയും അടര് നമുക്ക് കൃഷ്ണനിൽ നിന്ന് അടർത്തിയെടുക്കാം. ഇങ്ങനെ വിവിധ വ്യാഖ്യാന സാധ്യതകളുള്ള ഒരു കഥാപാത്രം, ഒരു ഈശ്വര രൂപം ലോകത്തിൽ വരെ കാണില്ല. അതുതന്നെയാണ് മഹാഭാരതത്തിൻ്റെ ദർശനത്തിൻ്റെ സങ്കീർണതയും. അതുകൊണ്ട് ധർമ്മം, കൃഷ്ണൻ അനുഷ്ഠിച്ച ഒരു ധർമ്മം നമുക്ക് സാധാരണ മനുഷ്യർക്ക് അല്ലെങ്കിൽ ഒരു നിരൂപകന് അധർമ്മമായിട്ട് തോന്നാം. അപ്പം അതുകൊണ്ട് കൃഷ്ണനെ സമീപിക്കുമ്പോൾ വളരെ ശ്രദ്ധാലുക്കളായിരിക്കണം. എല്ലാ ദർശനങ്ങളും ഷഡ് ദർശനങ്ങളും മനസ്സിലാക്കിയിരുന്നാൽ അദ്ദേഹത്തെ മനസ്സിലാക്കാൻ എളുപ്പമുണ്ട്. ഈ പ്രശ്നം ഗാന്ധാരിയുടെ പാതിവൃത്യ നിഷ്ഠയിലില്ല. വേറൊന്നുമില്ല ഗാന്ധാരിക്ക്. പാതിവൃത്യം അനുഷ്ഠിച്ച് കൊട്ടാരത്തിൽ ശാന്തമായി ജീവിച്ചു, പതിശുശ്രൂഷം ചെയ്ത്. ഇത് മാത്രമേ പെട്ടെന്ന് മനസ്സിലാകും, പെട്ടെന്ന് ഇഷ്ടപ്പെടും, പെട്ടെന്നൊരു അത്ഭുതം തോന്നും, പെട്ടെന്ന് ആരാധന തോന്നും. ഗാന്ധാരി സാധാരണ സ്ത്രീകളെയും സാധാരണ മനുഷ്യരെല്ലാം പെട്ടെന്ന് കയറി ആവേശിക്കും. കൃഷ്ണനെ നമ്മൾ കരുതലോടുകൂടിയേ കൃഷ്ണൻ്റെ അടുത്തേക്ക് ചെല്ലും. വളരെ ലാളിത്യമുണ്ട്. കുന്തിയെ കാണുന്ന ഉടനെ നമസ്കരിക്കുകയാണ് ചെയ്യുന്നത് കൃഷ്ണൻ. സാധാരണതയിൽ നമുക്കങ്ങനെ സങ്കല്പിക്കാൻ പറ്റുമോ? അച്ഛൻ്റെ പെങ്ങളാണ്. വിതുരരുടെ ഭവനത്തിൽ ചെല്ലുമ്പോൾ കുന്തി അവിടെ ഉണ്ട്. കുന്തിയെ നമസ്കരിച്ചിട്ടാണ് വർത്തമാനം പറയുന്നത്. അത് പ്രതീക്ഷിക്കില്ല കൃഷ്ണൻ അത് ചെയ്യുമെന്ന്. ധർമ്മപുത്രരോട് ബഹുമാനത്തോടുകൂടിയേ പെരുമാറൂ. ധർമ്മപുത്രർ കൃഷ്ണനേക്കാളും മൂത്തതാണ്. അപ്പോൾ ഈ സാധാരണമായ സാമുദായികമായ ആചാരങ്ങളെല്ലാം അനുഷ്ഠിക്കുന്നതിനോടൊപ്പം ഈ ആചാരങ്ങളിലൊന്നും കൃഷ്ണനില്ല. ഇതൊക്കെ വെറുതെ ബാഹ്യമായ ചേഷ്ടകളാണ്. ഈ ആചാരങ്ങൾക്കെല്ലാം അതീതനായി, ധർമാധർമ്മങ്ങൾക്കും അതീതനായി, സർഗക്രിയയുടെ ലീലയിൽ മുഴുകിയിരിക്കുന്ന മനസ്സാണ് കൃഷ്ണൻ്റേത്. കൃഷ്ണന് ചില സമയത്ത് ദുഃഖമുണ്ടായതായും വർണ്ണിക്കും വ്യാസൻ. അത് മനുഷ്യത്വത്തിൻ്റെ ഒരു ബഹിസ്ഫുരണം ആളുകൾക്ക് തോന്നട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ആ വർണ്ണന. രാമന് ഈ മാനുഷികത വളരെ കൂടുതലായിരുന്നു അല്ലേ? കൂടുതലായിരുന്നു. സീത കാണാതെ പെട്ടെന്ന് വലിയ ഗൗരവക്കാരൊക്കെ പെട്ടെന്ന് കരയുന്നവരാണ്. സംസാരിക്കാതിരിക്കുന്നവർ, ആശയം പ്രകടിപ്പിക്കാത്തവർ, സംസാര വിമുഖതയുള്ളവർ, അന്തർമുഖന്മാർ, ഇവരൊക്കെ പെട്ടെന്ന് കരയുന്ന ആളുകൾ. പെട്ടെന്ന് ദുഃഖവും പോകും. ദശരഥൻ മരിച്ചു എന്നുള്ള വൃത്താന്തം പറയുമ്പോൾ രാമൻ കാട്ടിൽ കിടന്ന് കരഞ്ഞ് കിടന്നുരുണ്ടു. പലരും അച്ഛൻ മരിച്ചങ്ങ് നന്നായി എന്ന് വിചാരിക്കുന്നവരായിരിക്കും. കാരണം അത്രയും വൃദ്ധസദനത്തിൽ കൊണ്ടുപോയി ആക്കുന്ന ചുമതലയിൽ നിന്ന് ഒഴിവായി കിട്ടിയല്ലോ എന്ന് വിചാരിച്ചിട്ട് ഉള്ളിൽ സന്തോഷമായിരിക്കും, പുറമേ എന്ന് കാണിക്കുകയും ചെയ്യും. എല്ലാം കാണിക്കേണ്ടതായിരുന്നു എന്ന് പിന്നീട് വിചാരിക്കുകയെങ്കിലും ചെയ്യും, കാണിച്ചില്ലെങ്കിൽ. രാമൻ അങ്ങനെയല്ല. അതാണ് ആർജവമാണ്, സ്വഭാവത്തിലെ ആർജവം. ആർജവം എന്ന് പറഞ്ഞാൽ ഋജുത്വം എന്നാണ്, സ്ട്രേറ്റ് ഫോർവേഡ്നെസ്. അതാണ് നേരെ വാ നേരെ പോ എന്ന് പച്ച മലയാളം. ഒരു കാര്യങ്ങളും മറച്ചു വയ്ക്കില്ല. കൃഷ്ണൻ മറച്ചു വയ്ക്കും. ഒരു സംഗതി പറയുന്നതിന് ഒത്ത സന്ദർഭമല്ലെങ്കിൽ അദ്ദേഹം അത് പറയില്ല. ഒത്ത സന്ദർഭമാണെങ്കിലേ പറയുള്ളൂ. ഒത്ത സന്ദർഭമാണെങ്കിൽ മുഴുവൻ പറയില്ല. ചിലപ്പോൾ ഒന്ന് സൂചിപ്പിച്ച് നിർത്തിക്കളയും. ചിലയിടത്ത് ആവശ്യത്തിൽ കവിഞ്ഞ് സംസാരിക്കും. നമുക്ക് തോന്നും ഈ സംസാരം ആവശ്യത്തിൽ കവിഞ്ഞു പോയി എന്ന് തോന്നും. അത് നമ്മുടെ തോന്നലാണ്. അതെന്തുകൊണ്ടാണ് നമുക്ക് അങ്ങനെ തോന്നുന്നത്? അത് നമ്മുടെ പരിമിതി കൊണ്ടാണ്. നമ്മുടെ പരിമിതികൾ മഹാഭാരതത്തിലേക്ക് ചെല്ലുന്ന സന്ദർശകൻ ആദ്യം മനസ്സിലാക്കേണ്ടത് ആ സന്ദർശകൻ്റെ പരിമിതികളാണ്. ഒത്തിരി പരിമിതികളുണ്ട് നമുക്ക്. ധ്യാനം കൊണ്ട് പരിമിതികളെ ജയിച്ച കവിയാണ് വ്യാസൻ. വ്യാസൻ ഋഷിയാണ്. വ്യാസൻ വലിയ കലാകാരനാണ്.
വ്യാസൻ ശാസ്ത്രജ്ഞനാണ്. അന്നുവരെ ഉണ്ടായിരുന്ന എല്ലാ ശാസ്ത്രങ്ങളും പഠിച്ചിട്ടുള്ളവനാണ്. ശാസ്ത്രജ്ഞനാണ്, ദാർശനികനാണ്, ചിന്തകനാണ്. അപ്പോൾ ഇതെല്ലാം വ്യാസൻ്റെ ഈ സിദ്ധികളെല്ലാം അദ്ദേഹത്തിൻ്റെ കഥാപാത്ര രചനയിലേക്ക് വരും. വ്യാസൻ്റെ അധർമ്മ സങ്കല്പത്തിൻ്റെ 2 പ്രധാന മൂർത്തികളിൽ ഉപമൂർത്തിയാണ് ശകുനി. അപ്പോൾ ഇവരെല്ലാം ദാർശനിക പ്രതീകങ്ങളുമാണ്, അതേസമയത്ത് തന്നെ വ്യക്തികളുമാണ്, അതേസമയത്ത് തന്നെ കഥാപാത്രങ്ങളുമാണ്. അപ്പോൾ ഇതെല്ലാം കൂടി ഒരേ സമയത്ത് മനസ്സിലാക്കിക്കൊണ്ട് ഇതിലേക്ക് പ്രവേശിച്ചില്ലെങ്കിൽ പലതരത്തിലുള്ള തെറ്റിദ്ധാരണകൾ കിട നൽകുന്നതാണ്. അപ്പോൾ ശകുനി ഒരു ശൈലിയായി എന്നുള്ളത് തന്നെ ടു ബി ഓർ നോട്ട് ടു ബി എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷ് പഠിച്ചിട്ടുള്ളവർക്കെല്ലാം അറിയാം അതാര് പറഞ്ഞതാണ്. അതൊരു ശൈലിയായി. അതുപോലെയാണ്. അതുപോലെ അല്ല എങ്കിൽ നമുക്കൊന്ന് ഉപയോഗിക്കേണ്ടി വരുമ്പോൾ വേറൊരു രാജ്യത്തിലെ കവിയുടെ നാടകത്തിൻ്റെ സൃഷ്ടിയോട് നാടകത്തോട് ഉപമിക്കുമ്പോൾ ഈ വാചകം പറയാം നമുക്ക്. ആ വാചകം ശൈലിയായതുപോലെ ഈ കഥാപാത്രം ശൈലിയായി. കഥാപാത്രം ശൈലിയാവുക എന്ന് പറയുന്നത് അസാധാരണമായ ഒരു അംഗീകാരമാണ്. അപ്പോൾ വ്യാസന് അംഗീകാരം നേടിക്കൊടുത്ത, ജനങ്ങളുടെ ഇടയിൽ അംഗീകാരം നേടിക്കൊടുത്ത ഒരു കഥാപാത്രം കൂടിയാണ് ശകുനി. അപ്പോൾ ശകുനി ദുര്യോധനോട് പറഞ്ഞു, നമുക്ക് നിൻ്റെ സങ്കടത്തിന് ഒരു പരിഹാരമുണ്ടാക്കാം, നമുക്ക് ചിന്തിക്കാം, നീ വ്യസനിക്കേണ്ട ആവശ്യമില്ല. അവൻ വിലസി വളർന്ന് വലുതായി വടവൃക്ഷം പോലെ പന്തലിച്ച് നിൽക്കട്ടെ, ഒരു കോടാലി മതി ഇതിനൊക്കെ. ഏത് വടവൃക്ഷത്തെയും പതുക്കെ പതുക്കെ ഇരുന്ന് വെട്ടിക്കൊണ്ടിരുന്നാൽ മതി, അവസാനം മറിഞ്ഞത് താഴത്ത് വീഴും. അതിനുള്ള വേലകൾ ഞാൻ കാണിച്ചു തരാം, നീ സമാധാനമിരിക്കുക, ശാന്തമായിരിക്കും, നിൻ്റെ വ്യസനങ്ങളെ അകറ്റുക എന്ന് പറഞ്ഞ് ആശ്വസിപ്പിച്ചു. ഈ കൂട്ടത്തിലൊക്കെ കർണനുമുണ്ട്. അപ്പോൾ ഈ പാഞ്ചാലൻ്റെ ജയം, അത് പാണ്ഡവരുടെ ജയം എന്നതിനേക്കാൾ ഏറെ, പാഞ്ചാലൻ്റെ പരാജയം എന്നതിനേക്കാൾ ഏറെ, ദ്രോണരുടെ സൗഹൃദം സ്ഥാപിക്കാനുള്ള ശ്രമം എന്നതിനേക്കാൾ ഏറെ അത് ദുര്യോധനന് ഭാവിയിലുണ്ടാകാൻ പോകുന്ന പരാജയത്തെ സൂചിപ്പിക്കുന്നതായിരുന്നു എന്ന് ദുര്യോധനൻ മനസ്സിലാക്കി. അങ്ങനെയാണ് ദുര്യോധനൻ ആ സംഭവത്തെ കണ്ടത്. ഇത് ധൃതരാഷ്ട്രർക്കും വലിയ വ്യസനമായി.